വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ജ്യൂസുകളെ കുറിച്ചാണ്. ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യപരമായി വളരെ നല്ലതാണ് എന്ന് പൊതുവെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ ചില ജ്യൂസുകൾ തീർത്തും അപകടകാരികളാണ്. അതിലൊരാളെ പറ്റിയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പറമ്പുകളിൽ വളരെ സുലഭമായി ലഭിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ട് കിട്ടുന്നൊരു ഫ്രൂട്ടാണ് ഇലിമ്പിപ്പുളി, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പുളിഞ്ചിക്ക എന്നും പറയാറുണ്ട്. അപ്പോൾ പണ്ട് മുതൽക്കേ തന്നെ നമ്മൾ ഈ ഇലിമ്പിപ്പുളി അച്ചാറിടാനും അല്ലെങ്കിൽ കറികളിലൊക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. അപ്പോൾ പണ്ട് മുതലേ തന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ടാണ് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന്, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നതിന്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇലിമ്പിപ്പുളി ജ്യൂസ് അടിച്ച് കഴിക്കാം എന്നുള്ള രീതിയിൽ വീഡിയോകൾ പ്രചരിക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഇലിമ്പിപ്പുളി കഴിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാം അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാം എന്നുള്ള രീതിയിലുള്ള വീഡിയോകൾ. അതിൽ ഇത് കുടിച്ച് കൊളസ്ട്രോൾ കുറച്ചു എന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഇലമ്പിപ്പുളി ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സ്റ്റഡീസിൽ ഒരു ഹോസ്പിറ്റലിൽ കിഡ്നി ഫെയിലിയർ ആയിട്ട് വന്ന 10 പേഷ്യൻസിനെ നോക്കിയപ്പോൾ അവരുടെ ഹിസ്റ്ററി അന്വേഷിച്ച സമയത്ത് ഇവർ 10 പേരും ഇലിമ്പിപ്പുളി ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ ഇലിമ്പിപ്പുളിയുടെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡീസ് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് ഇലിമ്പിപ്പുളിയിൽ മറ്റ് ഫ്രൂട്ട്സിനെയൊക്കെ അപേക്ഷിച്ച് 10 മടങ്ങ് ഓക്സാലിക് ആസിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഹൈ കോൺസെൻട്രേഷൻ ഓക്സാലിക് ആസിഡാണ് ഇലിമ്പിപ്പുളിയിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഒരു 5 എണ്ണോ 10 എണ്ണോ ഒക്കെ വെച്ചിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു 10-20 ദിവസത്തേക്ക് നമ്മൾ ഈ ഇലിമ്പിപ്പുളി ജ്യൂസ് ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം ഓക്സാലിക് ആസിഡ് കണ്ടന്റ് എത്തും. അതായത് കാൽസ്യം ഓക്സലേറ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഈ കാൽസ്യം ഓക്സലേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും പ്രത്യേകിച്ചും കിഡ്നിയിലൂടെയാണ് അധികമുള്ള ഈ ഓക്സലേറ്റുകളെ പുറത്തേക്ക് തള്ളേണ്ടത്. അപ്പോൾ ഇത് അമിതമായിട്ടുണ്ടാകുന്ന കാരണം കിഡ്നിക്ക് അത് പുറത്തേക്ക് തള്ളാൻ കഴിയാതെ വരികയും ഇത് അമിതമായിട്ട് കിഡ്നിയുടെ ട്യൂബ്യൂൾസിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുകയാണ്. ഇതിങ്ങനെ റീനൽ ട്യൂബ്യൂൾസിൽ അടിഞ്ഞുകൂടുന്നത് വഴി അക്യൂട്ട് ഓക്സലേറ്റ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആവുകയും അത് പിന്നീട് അക്യൂട്ട് റീനൽ ഫെയിലിയർ, അതായത് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇലിമ്പിപ്പുളിയുടെ ഈ ഒരു ദോഷവശം അറിയാതെയാണ് നമ്മളിൽ പലരും ഇത് ജ്യൂസ് അടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് ഡയബറ്റീസ് കുറയ്ക്കാം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നൊക്കെയുള്ള വാക്കുകൾ കണ്ടാൽ തന്നെ, അതായത് നാച്ചുറൽ എന്ന് കണ്ടാൽ തന്നെ അതിനെപ്പറ്റി അധികം ഒന്നും ചിന്തിക്കാതെ അതിൻ്റെ പിന്നാലെ പുറപ്പെടുന്നവരാണ് പലരും. അതിനോടൊപ്പം ഇലിമ്പിപ്പുളി നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാനേ മെനക്കെടില്ല. പക്ഷേ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന എങ്ങനെയാണ്, ഇത് ഒന്നുകിൽ അച്ചാർ അല്ലെങ്കിൽ കറികളിലാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരു ദിവസം ഒരാൾ 1-2 ഇലിമ്പിപ്പുളി മാത്രമാണ് കഴിക്കുന്നത്. അതും നമ്മൾ ഡെയിലി അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും മാത്രം, ഫ്രീക്വൻ്റ്ലി ഡെയിലി 1-2 മാത്രം ആ രീതിയിലാണ് കഴിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി ഡെയിലി 4-5 എണ്ണം ജ്യൂസ് അടിച്ചിട്ട് ഒരു 10-20 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് കഴിക്കുന്ന ഒരു രീതി വന്നപ്പോഴാണ് ഈ ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെ നാച്ചുറലായി പരിഹരിക്കാനുള്ള രീതികൾ സ്വീകരിക്കുന്നതിന് മുന്നേ ആയിട്ട് കൃത്യമായി അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ് നമ്മൾ മനസ്സിലാക്കി വേണം അതിലേക്ക് കടക്കാനായിട്ട്. ഇലിമ്പിപ്പുളി കഴിക്കുന്നത് ഒഴിവാക്കണം എന്നോ അല്ലെങ്കിൽ ഇലിമ്പിപ്പുളി തീർത്തും അപകടകാരിയാണെന്നോ അല്ല പറയുന്നത്. നമ്മൾ അത് ഡെയിലി ഒരു 4-5 എണ്ണം വെച്ച് ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കിഡ്നി ഫെയിലിയർ പോലുള്ള കണ്ടീഷൻസിലേക്ക് അത് പോകുന്നത്. പലപ്പോഴും നമ്മൾ 1-2 ഇലിമ്പിപ്പുളി കഴിച്ചത് കൊണ്ട് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഏത് ഫ്രൂട്ടായാലും അധികമായാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഫ്രൂട്ട്സ് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് ഫ്രഷ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. ജ്യൂസ് അടിക്കുന്നതിനേക്കാളും അത് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലിമ്പിപ്പുളി ജ്യൂസിൻ്റെ അപകടാവസ്ഥയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ആരെങ്കിലും ഇത് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് നിർത്തിയേക്കുക. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരമായിരിക്കും. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.